നമസ്കാരം. നമ്മളിന്നൊരു കുമ്പളങ്ങ ഇട്ടിട്ടൊരു മോര് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഈ കുമ്പളങ്ങ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ മതി. അപ്പം ആ കുമ്പളങ്ങ വെച്ചിട്ടൊരു മോര് കറി ഉണ്ടാക്കാം. കുമ്പളങ്ങ ഇതേപോലെയുള്ള പീസുകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സ്ക്വയർ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി 1 ടീസ്പൂൺ. ഇനി വെള്ളം ചേർക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ വേകാൻ ആവശ്യമുള്ള വെള്ളം മാത്രം മതിയിട്ടാണ്. എന്നിട്ട് വേവിച്ചെടുക്കണം. ഞാനൊരു പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടിയിട്ട് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. നാളികേരത്തിൽ നല്ല ജീരകം, 1 സ്പൂൺ നല്ല ജീരകവും ഒരൽപ്പം കുരുമുളകും കൂടി ചേർത്തിട്ട് തൈര് കൂട്ടി നന്നായിട്ട് അരയ്ക്കണം. അപ്പം തൈരും ഇതിൽ ചേർത്ത് അരയ്ക്കണം വേണ്ടത്. നാളികേരവും കുരുമുളകും നല്ല ജീരകവും പിന്നെ തൈരും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പം നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. തൈരുള്ളത് കൊണ്ട് അധികം തിളപ്പിക്കരുത്. കുറച്ച് തൈര് കൂടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പം അതും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കണത്. കടുക്, മുളക്, ഉലുവ, കറിവേപ്പില ചേർത്തിട്ട് താളിക്കണത്. നമ്മുടെ കുമ്പളങ്ങിട്ട മോര് കറി ആരോഗ്യത്തിന് നല്ലതാണ്. കുമ്പളങ്ങിട്ട മോര് കറി റെഡി ആയിട്ടാണ്. അപ്പം നമുക്ക് ഈ കുമ്പളങ്ങിട്ട മോര് കറി വയറിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.